പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ ഇന്ത്യയുടെ കടുത്ത പ്രതിഷേധത്തിനിരയായ മാലദ്വീപിന് പിന്തുണയുമായി ചൈന. മാലദ്വീപിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈ കടത്തുന്നത് ശക്തമായി എതിർക്കുന്നുവെന്ന് ചൈന വ്യക്തമാക്കി. ദ്വീപ് രാഷ്ട്രത്തിന് പരമാധികാരവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാനുള്ള അധികാരത്തെ പിന്തുണയ്ക്കുന്നതായും വികസനത്തിലേക്കുള്ള മാലദ്വീപിന്റെ യാത്രയെ സ്വാഗതം ചെയ്യുന്നതായും ചൈന അറിയിച്ചു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് പ്രതികരണം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തങ്ങളുടെ പ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പരസ്പരം ശക്തമായി പിന്തുണയ്ക്കുന്നത് തുടരാൻ ചൈനയും മാലദ്വീപും സമ്മതിക്കുന്നുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ അഭിപ്രായ പ്രകടനം നടത്തിയ 3 മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവരെ പുറത്താക്കിയിട്ടില്ല. ചൈനയോട് ആഭിമുഖ്യം കാണിക്കുന്ന നേതാവാണ് മുഹമ്മദ് മൊയ്സു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ചൈന സന്ദർശനം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. പ്രസിഡന്റുമാരുടെ ആദ്യ സന്ദർശനം ഇന്ത്യയിലേക്കെന്ന കീഴ്വഴക്കം തെറ്റിച്ചാണ് ഇത്തവണത്തെ യാത്ര തുടങ്ങിയത്. ചൈനയുമായുള്ള മാലദ്വീപ് ബന്ധം ജാഗ്രതയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലത്ത് മാലദ്വീപിലെ ഇന്ത്യൻ സൈനികരെ തിരികെ വിളിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് മൊയ്സു തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ഇതോടെയാണ് ഇന്ത്യയുടെ ഉറ്റതോഴനായ മാലദ്വീപിനെ ചൈന വിഴുങ്ങുന്നെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത്. കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായ മൊയ്സു അധികാരമേറ്റത് നവംബർ 17-നാണ്. മാലദ്വീപ് പ്രസിഡന്റ് സന്ദർശിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയാവണമെന്ന കീഴ്വഴക്കം തെറ്റിച്ചാണ് മൊയ്സു തുർക്കി സന്ദർശിച്ചത്. കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള UAE സന്ദർശനമാണ് രണ്ടാമത്. മൂന്നാമതും ഇന്ത്യയല്ല, പകരം ചൈന. UAEയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചെങ്കിലും മാലദ്വീപിലെ സൈനികരെ പിൻവലിക്കണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടു. ഇതോടെയാണ് കടുത്ത ഇന്ത്യ വിരോധിയും ചൈനീസ് പക്ഷക്കാരനുമായ അബ്ദുള്ള യമീനേക്കാളും ഇന്ത്യ വിരോധമാണ് മൊയ്സുവിനെന്നാണ് വിലയിരുത്തലുണ്ടായത്. 2 ആഴ്ച മുൻപ് മൗറീഷ്യസിൽ നടന്ന സമുദ്ര സുരക്ഷാ സമ്മേളനത്തിൽ മാലദ്വീപ് പങ്കെടുത്തില്ല. 5 വർഷം മുൻപ് ഒപ്പിട്ട ഇന്ത്യയുമായുള്ള സമുദ്ര പരിവേക്ഷണ കരാർ മാലദ്വീപ് അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം $1.3 ബില്യൺ ചൈന മാലദ്വീപിന് കടമായി നൽകിയിട്ടുള്ളത്. അതേസമയം മാലദ്വീപിന്റെ ചൈനീസ് ബന്ധത്തെ കനത്ത ആശങ്കയോടെയാണ് ഇന്ത്യ കാണുന്നത്. മാലദ്വീപും വരുതിയിലാക്കിയാൽ 3 ഭാഗവും ചൈനയാൽ ചുറ്റപ്പെട്ട അവസ്ഥയാകും ഇന്ത്യക്ക്. അതേസമയം നിലപാട് മാലദ്വീപ് തീരുമാനിക്കട്ടെ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. 2018-ൽ മാലദ്വീപിലെ ഗയൂം ഭരണകൂടം ഏതാനും രാഷ്ട്രീയ വ്യക്തികളെ തടവിലാക്കിയപ്പോൾ ഇന്ത്യ ഇടപെടുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗയൂമിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരെ ചൈന അന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. വികസ്വര രാജ്യ വിഭാഗത്തിൽ നിന്ന് മാന്യമായി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറാൻ മാലദ്വീപിനെ ചൈന തന്ത്രപരമായി സഹായിക്കുന്നുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിന്റെ ശാഖയായ മാരിടൈം സിൽക്ക് റൂട്ട് പദ്ധതി വിപുലീകരിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ശ്രദ്ധ മാലദ്വീപിന് ചുറ്റുമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളിൽ പ്രത്യേകിച്ച് BRIയുടെ പ്രഖ്യാപനത്തിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാലദ്വീപ് ഉൾപ്പെടെയുള്ള ചെറിയ സമ്പദ് വ്യവസ്ഥകളിലുള്ള പല രാജ്യങ്ങളിലും ചൈന ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട്. ചൈനയും മാലദ്വീപും കൂടുതൽ അടുക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര പാളിച്ചകൾ ഒരിക്കൽ കൂടി വിമർശിക്കപ്പെടുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ സഞ്ചരിക്കാൻ സഹസ്ര കോടികളാണ് ചെലവഴിച്ചത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ഈ സന്ദർശനം ഗുണകരമാകുമെന്നായിരുന്നു BJPയുടെ വാദം. എന്നാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ത്യ തങ്ങളുടെ അയൽക്കാരുമായി അകന്നിരിക്കുകയാണ്. നേരത്തെ പാകിസ്ഥാൻ മാത്രമായിരുന്നു ഇന്ത്യയുടെ ശത്രു രാജ്യമെങ്കിൽ ചൈനയുമായി യുദ്ധത്തിനടുത്തെത്തിയ സംഘർഷം വരെയുണ്ടായി. ശ്രീലങ്കയും മാലദ്വീപും നേപ്പാളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുടെ വരുതിയിലാണ്. ഇന്ത്യയുടെ വീഴ്ച മുതലെടുക്കുന്നതിൽ വിജയിച്ച ചൈന ഈ രാജ്യങ്ങളിൽ വൻ നിക്ഷേപം നടത്തി തങ്ങളുടെ സൈനിക ആവശ്യത്തിന് അവരെ ഉപയോഗിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.